ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവൻ കാണണേ. നമ്മൾ വീട്ടിലിപ്പോൾ ബീഫൊക്കെ വാങ്ങിച്ചു വന്നെങ്കിൽ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അടിപൊളിയായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഈ ഒരു ഓംലെറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുറച്ച് ബീഫ് ഫ്രൈയുടെ ബാലൻസ്, അതുപോലെ തന്നെ 2 എഗ്ഗ്, കുറച്ച് സവാള, ഒരു പച്ചമുളക് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, കാരണം ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എരിവ് ആവശ്യത്തിന് ഉണ്ടാവുമല്ലോ. എനിക്ക് ഇത്തിരി എരിവ് ഇഷ്ടമായതുകൊണ്ടാണ് ഒരു പച്ചമുളക് ആഡ് ചെയ്തത്. then നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അരിഞ്ഞു പോകരുത്. അതിനെ കടിക്കാനായിട്ട് കിട്ടുമ്പോഴാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അരിഞ്ഞു പോയാൽ ആ ടേസ്റ്റ് ഫീൽ ചെയ്യില്ല നമുക്ക്. ഇത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോപ്പർ എടുക്കാം. ചോപ്പറിലേക്ക് സവാള, പച്ചമുളക് മാത്രം മതി. അതിന് വേറെ എന്തെങ്കിലും നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇടാം കേട്ടോ. വെജിറ്റബിൾസ് എന്തെങ്കിലും ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. ദെൻ അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തെടുത്ത അതേ ബൗളിലേക്ക് തന്നെ ഞാൻ 2 എഗ്ഗും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ദെൻ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇതിന് വേണ്ടി മാത്രം, എഗ്ഗിന് വേണ്ടി മാത്രമുള്ള ഒരു ഇത്തിരി ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രൈയിലൊക്കെ ഉപ്പ് കൂടുതലാണെങ്കിൽ വേണ്ട കേട്ടോ, ചേർക്കേ വേണ്ട. നല്ലതുപോലെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തു. ദെൻ നമ്മൾ നേരെ അതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് കുറച്ചായിട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ചില സമയത്ത് എന്താ പറയുക, നമ്മൾ എടുക്കുന്ന ബീഫ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എഗ്ഗും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ദെൻ അതിന് ശേഷം നേരെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ഇത്തിരി എണ്ണ, വേണമെങ്കിൽ എണ്ണയോ ബട്ടറാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടൈപ്സ് ഓഫ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് മാത്രം ഒഴിച്ചൊന്ന് ചൂടാക്കി പെട്ടെന്ന് എടുത്തു. ബാക്കി 2 എണ്ണം കൂടി ഉണ്ട്. ഞാൻ ചീസ് വെച്ചിട്ടുള്ളത് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഓംലെറ്റ്, സിമ്പിൾ ബീഫ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. കമൻസിലൂടെ സ്നേഹവും പങ്കുവയ്ക്കണേ. അപ്പോൾ പുതിയ റെസിപ്പീസ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. സീ യു ഫ്രം ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്.